ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അത് എത്രമാത്രം എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് സംശയമുണ്ട്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഇത്. അത് ഒരു സഭ, ആ സഭയെ ഒരു ശരീരത്തോട് ഉപമിച്ചിരിക്കുകയാണ്. സഭയെ ഒരു ശരീരത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ഒരു ശരീരമാണ്. ഒരു ശരീരമാണെങ്കിൽ ആ ശരീരത്തിന് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്. അതുപോലെ ഓരോ അവയവവും കാണേണ്ട സമയത്ത് കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കാണേണ്ട സമയത്ത് കണ്ണങ്ങ് അടച്ചിരുന്നാൽ എങ്ങനെയായിരിക്കും? അല്ല, ചെവി പറയുക ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയാൻ ചെവി അങ്ങ് അടച്ചു വെച്ചാൽ എങ്ങനെയായിരിക്കും? അല്ല, കാല്, ഓ ഞാൻ നടക്കുന്നില്ല, എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല എന്നങ്ങ് വിചാരിച്ചാൽ എങ്ങനെയായിരിക്കും? സഭ എപ്പോഴും സജീവമായിരിക്കണം. സജീവമായിരിക്കണം. എപ്പോഴും ജീവനുള്ളതായിരിക്കണം. എപ്പോഴും ജീവനുള്ളത് ആണെന്നുണ്ടെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ആ സഭയെ കൊണ്ട് ചെയ്യിക്കും. സഭയുടെ നാഥനും കർത്താവാണല്ലോ. കർത്താവിന് അത് ചെയ്യിക്കാൻ കഴിയുകയും ചെയ്യുമല്ലോ. നമ്മളല്ല, നമ്മൾ ഒന്നുമല്ല. നമ്മൾ ഇതിനകത്ത് ഓരോരുത്തരും നമ്മൾ ഓരോ ചെറിയ ഉപകരണം മാത്രമാണ്. ആ ഉപകരണം കർത്താവ് ആഗ്രഹിക്കുന്ന, അതിന്റെ ഉടയവൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുന്നില്ലെങ്കിൽ ആ ഫങ്ഷൻ നടക്കാതെ വരും. എന്നെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതെ വരും. അതിനിടയാകരുത്. നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്ഥാനത്ത് കർത്താവ് അളന്ന് തൂക്കി ആണ് വെച്ചിരിക്കുന്നത്. ഞാന് ഒരു ഉദാഹരണം പറയുമ്പം ആരും ഇത് ചിന്തിക്കരുത്. ഇപ്പം എനിക്കൊരു പനി വന്നെന്ന് വെച്ചാൽ ഞാനത് അജയ് ബ്രദറിനോട് പറയുന്നൊന്നുമില്ല. അജയ് ബ്രദർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പനി വന്നാൽ അറിയിക്കണം, അതിന് മരുന്ന് വാങ്ങി കഴിക്കണം എന്നൊക്കെ അജയ് ബ്രദർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാനോ കുഞ്ഞോളോ ബ്രദറിനെ വിളിക്കുന്നേ ഇല്ല. പക്ഷേ ബ്രദർ ഇങ്ങോട്ടൊന്ന് വിളിച്ചു. ഇങ്ങോട്ടൊന്ന് വിളിച്ച് എന്റെ സൗണ്ട് കേട്ടപ്പോ, എന്താ ബ്രദറെ സൗണ്ട് വല്ലാതിരിക്കുന്നല്ലോ. പിന്നെ അതിന്റെ കൂടെ ചേർന്ന് ചില ചോദ്യങ്ങൾ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് ബ്രദർ ചെയ്യുന്ന ഒരു കാര്യം അറിയാവോ? എത്ര ബിസി ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അവിടെ നിന്ന് കാറ് മേടിച്ച് മരുന്നുമായിട്ട് ഇവിടെ വരും. അത്രമാത്രം സ്നേഹം. അങ്ങനെയുള്ള സ്നേഹം ആണ് സഹോദരങ്ങൾ തമ്മിൽ ആഗ്രഹിക്കുന്നത്. അപ്പം സഹോദരങ്ങൾ തമ്മിൽ ആ സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കൊരാവശ്യം ഉണ്ടായാൽ ഞാൻ പറയും, പറഞ്ഞാൽ ചെയ്യും. ഇത് ഞാനൊരാവശ്യം ഉണ്ടായിട്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ എന്റെ ആവശ്യം കണ്ടുപിടിക്കാൻ പോകണ്ടേ? അതുകൊണ്ട് നമ്മൾ ഒരു ശരീരത്തിലാണ്, ഒരു ശരീരമാണ്. ഓരോരുത്തരുടെയും കാര്യങ്ങള് പരസ്പരം അറിയാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞ ആ ആവശ്യം പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കാനല്ല. ഇന്നൊരാവശ്യമുണ്ട്, അത് പരസ്പരം അറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അപ്പൊ മാത്രമേ
അതിനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒക്കുകയുള്ളൂ. അപ്പോ എനിക്ക് ഒരു ജലദോഷം ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അജയ് ബ്രദറിനോടൊന്ന് വിളിച്ച് പറയണം, ബ്രദറെ ഇതുപോലെ ഒരു കാര്യം ഉണ്ടല്ലോ. ഉടനെ ബ്രദർ തീരുമാനിക്കും അത് ഏത് മരുന്നാവാ കഴിക്കേണ്ടത്, അത് ഏതെന്ന് പറഞ്ഞു തരും. പോയി നമുക്ക് വാങ്ങിക്കാം, ഉപയോഗിക്കാം, ഞാൻ സൗഖ്യമാകും. കർത്താവ് നമ്മളെ ഓരോരുത്തരെ അങ്ങനെ പരസ്പരമുള്ള ബന്ധത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. പരസ്പരമുള്ള ബന്ധത്തില് ആ ബന്ധം നമ്മൾ നിലനിർത്തണം. ആ ബന്ധത്തിൽ നമ്മൾ വളർന്നു വരണം. അല്ല, എൻ്റെ സഹോദരൻ ഇന്ന പോലെ ഒരു ആവശ്യമുണ്ട്, എനിക്കറിയാം, പക്ഷെ അതിന് ഒന്നും ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ജീവനുള്ള സഭയുടെ ഭാഗമല്ല, ഒരു മരിച്ച സഭയുടെ ഭാഗമാണ്. അങ്ങനെ മരിച്ച സഭയുടെ ഭാഗമാകാനാണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ജീവനുള്ള സഭയുടെ ഭാഗമായി നമുക്ക് ഇരിക്കണം. നമുക്ക് ഉത്സാഹത്തോടെ വേണം. നമ്മളുടെ കുഞ്ഞുങ്ങളിലൊക്കെ പല തെറ്റായ വശങ്ങളുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ സഹോദരങ്ങൾ അറിയും. അത് ആ മാതാപിതാക്കളോടൊന്ന് സ്നേഹത്തിലൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യാൻ ആ മാതാപിതാക്കൾക്ക് കഴിയും. അപ്പോ ആ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ആ സഹോദരൻ സ്നേഹിക്കുന്നു, അവിടെ കറക്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം പറയാതെ ഇരുന്നാല് നമ്മുടെ കുഞ്ഞുങ്ങള് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അവര് ഏറ്റവും മനോഹരമായിട്ട് വരേണ്ടതാണ്, സഭയുടെ വക്താക്കളായി വരേണ്ടവരാണ്. പക്ഷേ അവര് നിഷ്പ്രയോജനമായി പോകും. അങ്ങനെ ആകാനാണോ നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്? അല്ല. നിശ്ചയമായിട്ടും പരസ്പരം അറിഞ്ഞ് ഇടപെട്ട് അവരെ ഉത്സാഹിപ്പിച്ച് അവരെ ജീവന്റെ പാതയിൽ നിലനിർത്തേണ്ട ആവശ്യം. അല്ലെങ്കിൽ മരണത്തിലേക്കാ പോകുന്നത്. മരണം എന്ന് പറയുന്നത് ശാരീരിക മരണമല്ല, ആത്മീയ മരണത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ആത്മീയ മരണത്തിലേക്ക് പോകാതെ നമ്മുടെ സഹോദരന്മാരെ കീപ്പ് ചെയ്യേണ്ട ഒരാവശ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്നില് ഒരു തെറ്റ് കണ്ടാൽ സ്നേഹപൂർവം എന്നോടൊന്ന് പറയാൻ നിങ്ങൾ മനസ്സ് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജീവനിൽ നിൽക്കത്തില്ല. നമ്മൾ ജീവനുള്ള അവയവം ആകണം. നിങ്ങൾക്ക് നമ്മളോട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. നമുക്ക് സ്നേഹിക്കാത്തവർക്ക് അത് ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്ന് ലോകം അറിയും. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. ലോകക്കാർക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞല്ല, നമ്മളുടെ പ്രവൃത്തിയിലാണ് അവര് കാണുന്നത്. അവര് തമ്മിലോ സഭയില അവര് തമ്മിലോ ഭയങ്കര സ്നേഹമാണ്. അതേസമയം ചിലർ പറയും അവര് സഭയിൽ നിന്നും പറഞ്ഞ് നടക്കുകയാണ്. തമ്മിൽ ഒരു സ്നേഹവുമില്ല. നമ്മൾ ഇതിനകത്ത് ഏത് കൂട്ടത്തിൽ വരും?
ആ കാര്യത്തിൽ ഞാൻ അതേ ബ്രദറിനെ അങ്ങ് പുകഴ്ത്തുക. അത്രമാത്രം സ്നേഹമാണ് സഹോദരന്, സഹോദരി സഹോദരന്മാരോട് അത്രമാത്രം സ്നേഹമാണ്. എനിക്ക് അതിന്റെ പകുതി സ്നേഹം പോലും ഇല്ല. നമുക്ക് നമുക്ക് ഉത്സാഹിക്കണം. നമുക്ക് സ്നേഹത്തിൽ വളരാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. അവിടെ നമ്മളെ തന്നെ അല്പം നഷ്ടപ്പെടുത്താൻ തയ്യാറാകണം. അപ്പോഴേ ആ സ്നേഹത്തിൽ നമുക്ക് വളരാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്നേഹത്തിൽ വളരാനായിട്ട് പറ്റാതെ വരും. അത് ആ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഇവിടെ പറഞ്ഞത്, നമ്മള് പ്രാണനെ വെച്ച് കൊടുക്കും, നമ്മളുടെ ജീവനെ വെച്ച് കൊടുക്കും. ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ, അത്രമാത്രം സ്നേഹം നമുക്കുണ്ടോ? ആ പ്രാണനെ വെച്ചു കൊടുക്കുവാൻ തക്കണം നമുക്ക് ആ സ്നേഹം ഉണ്ടോ? സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കും ഇല്ല എന്നാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതുകൊണ്ട് നമ്മളെ പ്രാണനെ വെച്ചു കൊടുക്കുന്ന ആ സ്നേഹത്തിലേക്ക് നമുക്ക് വളർന്നു വരണം. സ്നേഹിക്കുന്ന കാര്യത്തിൽ ആരും ദൈവത്തിന്റെ കൃപ വിട്ട് പിന്മാറാനായിട്ട് ഇടയാകരുത്. കർത്താവ് കൃപ നമുക്ക് തന്നിരിക്കുക. ആ കൃപ വിട്ട് പിന്മാറാനായിട്ട് നമുക്ക് ആർക്കും ഇടയാകരുത്. അതുപോലെ മനുഷ്യമാനം തേടുന്ന ആ കാര്യം, അത് കേട്ട് നമ്മൾ മനുഷ്യമാനം തേടുന്ന ആ കാര്യം നമുക്ക് ഉപേക്ഷിക്കണം. മനുഷ്യന്റെ മാനമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്നുള്ള പുകഴ്ചയാണ് കിട്ടേണ്ടത്. ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കാത്തവർക്ക് കർത്താവിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇത് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ വിശ്വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് അവർക്ക് അത് ചെയ്യാൻ കഴിയുന്നത്, ഇല്ലെങ്കിൽ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നവരായി, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സജീവമായ വിശ്വാസം, ജീവനില്ലാത്തതല്ല, ജീവനുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം അല്ല, പിതാവിന്റെ മഹത്വം അന്വേഷിക്കുന്നത്. നമുക്കും നമ്മുടെ മഹത്വം അല്ല അന്വേഷിക്കേണ്ടത്, ദൈവത്തിന്റെ മഹത്വം. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ദൈവത്തിന്റെ മഹത്വം നമ്മൾ അന്വേഷിക്കുമ്പോൾ സഭയ്ക്കും ആ മഹത്വം ഉണ്ടാകും. അതുകൊണ്ട് മനുഷ്യരോട് ബഹുമാനം അന്വേഷിക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. പക്ഷെ നമുക്കൊക്കെ മനുഷ്യരിൽ നിന്ന് ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ മനുഷ്യരിൽ നിന്ന് വേണമെന്നുള്ളതല്ല, ദൈവത്തിൽ നിന്ന് ആണ് നമുക്ക് ബഹുമാനം ലഭിക്കേണ്ടത്. പുതിയ നിയമ സഭയില് യേശുക്രിസ്തുവിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു? ശിഷ്യന്മാര് തന്നെ ഓരോരുത്തർക്കും അവരവരുടെ കാര്യമായിരുന്നു ആവശ്യമായിരുന്നത്. യാക്കോബും ഒക്കെ യേശുവിന്റെ അടുത്ത് വന്നിട്ട്, ഞാൻ നിന്റെ വലത്തും ഞാൻ നിന്റെ ഇടത്തും ഇരിക്കാനുള്ള വരം തരണം. അതിനെ നേരെ പറയാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. അമ്മ പറഞ്ഞോളൂ, അമ്മയ്ക്കൊരു ഇച്ചിരി കുറവാണല്ലോ. അവര് കർത്താവിന്റെ മരണശേഷം, ക്രൂശീകരണത്തിന് ശേഷം എന്തായി തീർന്നു? അവരിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായത്. തന്നെത്താൻ അവരുടെ ജീവൻ വെച്ചു കൊടുക്കാൻ അവർ തയ്യാറായി. നമുക്ക് ജീവൻ വെച്ച് കൊടുത്ത് സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് നമുക്ക് സഹോദരി സ്നേഹമായിട്ട് നമുക്ക് വേണ്ടത്. അവിടെ വരെ നമ്മൾ താഴണം. അത്ര ഒരു താഴ്ചയിലേക്ക്
നമുക്ക് വരാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ദൈവം തരാതെ അത് നമുക്ക് ലഭിക്കത്തില്ല. നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവെ, എൻ്റെ സഹോദരന് വേണ്ടി അല്ലെ എൻ്റെ സഹോദരിക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കാനുള്ള ആ ഒരു താഴ്മയിലേക്ക്, ആ ഒരു സ്നേഹത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്സാഹത്തോടെ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നതിനല്ല, ദാസനാകാം എന്നാണ് നമ്മൾ കേട്ടത്. നിങ്ങൾ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നതിനല്ല, ദാസനാകുക. അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുകയാണെങ്കിൽ നമുക്ക് വളരാനിടയാകും. എവിടം വരെ വളരാനിടയാകും? ക്രിസ്തു എന്ന തലയോളം. യേശു ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതുകൊണ്ട് നമ്മളെ താഴ്ത്തി കർത്താവിൻ്റെ ഹിതം എന്തെന്ന് അന്വേഷിച്ച് നമ്മുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. വിളിച്ചു ചേർത്തിരിച്ചിരിക്കുന്ന സഭ ആ ഒരു കർത്താവിന്റെ യഥാർത്ഥ സഭയാണെന്ന് ലോകരാൽ പറയാൻ ഇടയായിത്തീരണം നമ്മുടെ സഭയെ കുറിച്ച്. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ താഴ്ത്തി നമുക്ക് കൊണ്ടുപോകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മള് സ്നേഹത്തെ പറ്റി ദൈവം നമ്മളോട് കാണിച്ച മഹാസ്നേഹത്തെ പറ്റിയാണ് ആദ്യമായിട്ട് നമ്മൾ ഓർക്കുന്നു. ആ നിലയിൽ യേശു സ്നേഹത്തിന്റെ വലിയൊരു കാര്യം കാൽവറിയിൽ ചെയ്തിട്ടാണ് നമ്മളോട് സ്നേഹിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നുള്ളതാണ് ഏറ്റവും. അപ്പം നമ്മൾ ആ ഒരു സ്നേഹത്തെ വാസ്തവത്തിൽ കാണുന്നതനുസരിച്ചാണ് ഞാൻ യേശുവിന്റെ സ്നേഹത്തെ എത്രത്തോളം കണ്ടിട്ടുണ്ടോ അത്രത്തോളം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ യേശുവിന്റെ സ്നേഹത്തെ പെരിഫറലി ഒരു കേവലമായ ധാരണ മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ഒരു സ്നേഹത്തിന്റെ തോന്നലിൽ മാത്രമേ ചെയ്യാനായിട്ട് ആ നിലയിൽ സ്നേഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ഓർക്കാറ്. നമ്മള് ഇങ്ങനെയുള്ള ജഗ്ബർ പറഞ്ഞ പോലെ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനായിട്ട് ആർ യു അവൈലബിൾ? ഈ ഒരു കാര്യം ചെയ്യത്തക്കവണ്ണം നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നറിയുന്ന ദൈവം നമ്മളോട് ചോദിക്കും. നമ്മൾ കേട്ട പോലെ ഓരോ അവയവത്തിന് ഓരോ ജോലിയുണ്ട്. മൂക്കിന് അതിന്റെ ജോലി, കൈയുടെ ജോലി, വേറൊന്നിന്റെ ജോലി ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല, അതിനെ പറ്റി പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മുടെ കുടുംബജീവിതത്തിലോ നമ്മുടെ സമൂഹത്തിലോ ഒക്കെ, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് ഒരാൾക്കൊരു എമർജൻസി വന്നു. അല്പം ദൂരെയാണ് എൻ്റെ റിലേറ്റീവിന്. അപ്പോൾ ഒരു എമർജൻസി വന്ന സമയത്ത് ഞാൻ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അടുത്ത ആരും ഇല്ലേ ഒന്ന് ഓടി വരാനായിട്ട്? അപ്പൊ പറഞ്ഞു, അയലത്തുകാരുമായിട്ടൊന്നും നമുക്കൊരു ഇടപാടും ഇല്ല, അവരെല്ലാം വിശ്വാസികളല്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്ന് ഓടി വരാൻ അല്ല, ഇത് നമ്മള് വേറെ പ്രാർത്ഥനയ്ക്കും അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അല്ലല്ലോ. ജസ്റ്റ് ഒന്ന് നേരെ ഇരുത്താൻ, ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്താനും പറഞ്ഞു. അവരോട് ആരോടും നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഞാൻ വിചാരിക്കായിരുന്നു. അപ്പൊ ഞാൻ ആ കാര്യം സ്മൃതിയോട് ഇങ്ങനെ സംസാരിച്ചപ്പം ആദ്യം നമ്മൾ അയൽക്കാരെയാണ് കർത്താവ് പറഞ്ഞു, നിന്റെ നെക്സ്റ്റ് കർത്താവിനെ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് അയൽക്കാരനെ, നിന്റെ നെയ്ബറിനെ നിനക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചും ഓരോരുത്തരെ സംബന്ധിച്ചും നമ്മള് നമ്മുടെ തൊട്ടിപ്പുറത്തോട്ടുള്ളവരോടൊക്കെയുള്ള നമ്മുടെ സ്നേഹവും മനോഭാവവും, സന്ദീപ രാവിലെ പറഞ്ഞ പോലെ അവരോട് നമ്മൾ എല്ലാം പറയുന്നതിന്റെ പിന്നിലുള്ള, കർത്താവ് നമ്മളോട് പറയുന്നതും നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹത്തിൽ നിന്നാണോ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്? നമ്മൾ വായിച്ച പോലെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം പിന്നില് ദൈവത്തിന്റെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്.
നിങ്ങളുടെ കാര്യം പറയുമ്പോൾ കർത്താവ് സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോസ്റ്റ്, അവിടെ ഒരു വലിയ വില കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ അയൽവാസികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം പല കാര്യങ്ങളും. ഒരു മാവ് വെട്ടേണ്ട കേസിൽ വെട്ടത്തില്ലെന്ന് പറയാൻ നമുക്ക്, അല്ല ഇപ്പൊ തന്നെ വെട്ടുമെന്നും പറയാം. അപ്പം നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറയുകയും മാവ് വെട്ടാതിരിക്കുകയും ചെയ്യാം. അപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടൊക്കെ അവരുടെ കിണറിനകത്തോട്ട് ഇപ്പൊ നമ്മുടെ ഒരു മാവിന്റെ പൂ പൊഴിഞ്ഞു വീഴുക, എത്ര വിലയുള്ള മാവാണേലും അവരുടെ സ്നേഹം നിലനിർത്തണം എന്തോ ചെയ്യണം, മാവ് വെട്ടിയേ ഒക്കത്തില്ല. എത്ര വലിയ മാവാണേലും അത് വെട്ടിയേ ഒക്കത്തുള്ളൂ. അതാണ് നമുക്ക് സ്നേഹം വേണമെങ്കിൽ മാവ് പോകണം. അപ്പം ചില ചില കാര്യങ്ങൾ മാവ് വെച്ചുകൊണ്ട് സ്നേഹിക്കാനൊന്നും അവരൊരിക്കലും റെഡി ആകത്തില്ല. അതുകൊണ്ട് മാവ് പോട്ടെ നമുക്ക് വെക്കേണ്ട സാഹചര്യങ്ങളിലും സഹോദരന്മാരൊക്കെ ഒത്തിരി പേരെ പലപ്പോഴും ഇങ്ങനെ പണ്ടാരോ പറഞ്ഞു കേട്ടു, കരിയില സ്ഥിരമായിട്ട് തൂത്തുവാരി അവരുടെ അയ്യത്തിടുന്നവരുടെ ഒരു സ്റ്റോറി ഞാനിങ്ങനെ പണ്ട് എവിടെയോ വ്യാജാന സമയത്ത് ആരോ പറഞ്ഞു കേട്ടിരിക്കുന്നു. നമ്മുടെ സഭയുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അവരുടെ മിറ്റം കൂടെ സഹോദരി തൂത്തുവാരിയ സ്റ്റോറിയാണല്ലോ അവസാനം കഥയുടെ അവസാനം അങ്ങനെയാണ്. അവരുടെ മിറ്റം കൂടെ എങ്ങനെയോ തൂത്തുവാരുന്ന കാര്യം എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ വാസ്തവത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട കാര്യം വരുന്ന സമയത്ത് നമ്മുടെ ജേക്കബ് പറഞ്ഞ പോലെ നമ്മുടെ ഈ പല ഇഷ്ടങ്ങളോടും താല്പര്യങ്ങളോടും നോ എന്ന് പറഞ്ഞ് ഒരു കോസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അപ്രകാരം ജീവിക്കാനായിട്ട് സാധ്യമായി തീർത്തുള്ളൂ. ഞാൻ ദൈവം ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് എന്നോട് ദൈവം ഈ ഒരു വാക്യം സംസാരിച്ചുകൊണ്ട് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തില് അതിന്റെ 7-ാം വാക്യം, സ്നേഹം എല്ലാം പൊറുക്കുന്നു, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു. അവിടെ 2-ാമത്തെ വാക്യം സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു പറയുന്ന പോലെ അതിന് ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിയുമ്പം ഇനി അങ്ങനെ തന്നെ ആണോ എന്ന് തലനാരിഴ കീറി പരിശോധിച്ച് അതിനെ വീണ്ടും വീണ്ടും അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അതിനെ ആ നിലയിൽ തന്നെ വിശ്വസിക്കാനായിട്ട് പലപ്പോഴും കഴിയാതിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്ന വാസ്തവത്തിലുള്ള സ്നേഹം വരുന്ന സമയത്ത് എന്നോടുള്ള ബന്ധത്തിൽ ദൈവം ഈ ഒരു കാര്യം അതിന്റെ ബാക്കിയുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്ന സമയത്ത് കർത്താവേ ഐ ജസ്റ്റ് ബിലീവ് അങ്ങ് എന്നോട് പറഞ്ഞത് ഈ ഒരു കാര്യം ഇപ്പൊ എന്റെ മുന്നിലുള്ള ഈ ഒരു സാധ്യത സിമ്പിൾ ആയിട്ട് ബിലീവ് ചെയ്യാന്നുള്ള കാര്യം, ജസ്റ്റ് ബിലീവ്. അതിനപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം ലോർഡ് ഇറ്റ് ഈസ് വിത്ത് യു, കർത്താവേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ കൈകളിലാണ്. എനിക്ക് ഇതിനപ്പുറത്ത് ഒരു കാര്യവും ചെയ്യാൻ തക്കവണ്ണം ഞാൻ പ്രാപ്തനല്ല. നമ്മുടെ ക്രിസ്ത്യ ജീവിതമായിട്ടൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹത്തെ നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു പൂർണ്ണ സമർപ്പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തിനുള്ള വഴി എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളെ വിശ്വസിക്കാതെ അതിന്റെ അങ്ങനെ തന്നെയാണോ എന്നാ പിന്നെ അങ്ങനെ ആയിരിക്കും. നമ്മള് ചില ആളുകളുടെ സംശയങ്ങളുടെ ഇതിനെ നമ്മൾ കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. എന്നാൽ ആ നിലയിൽ പോകാതിരിക്കാനുള്ള ഒരു മാർഗം, നമ്മുടെ സമാധാനത്തിനുള്ള മാർഗം എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞ പോലെ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. ഈ നിലയിൽ മറ്റുള്ളവരെ ഇപ്പം വളരെ എക്സാമ്പിൾ പറഞ്ഞ മമ്മിയും പല സമയം എപ്പോഴും അജയ് ബദറിന്റെ കാര്യം എന്റെ കസിൻസ് റിലേറ്റീവ്സിനോടെല്ലാം പറയാറുണ്ട്, എന്റെ സിസ്റ്റേഴ്സിനോടൊക്കെ പറയാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള എക്സാമ്പിളുകൾ ദൈവം നമ്മുടെ മുന്നിലും വെച്ചിരിക്കുന്ന ദൈവം ആ നിലയിൽ മറ്റുള്ളവരെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ആ നിലയിൽ ചെയ്യാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തർ സഹായിക്കുന്നു. ബ്രദർ പറഞ്ഞത് നമ്മെ തന്നെ താഴ്ത്തി മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. കർത്താവിന്റെ ഹിതം അന്വേഷിക്കാനാണ് പറഞ്ഞത്. നമ്മെ തന്നെ പകച്ച് മറ്റുള്ളവരെ സ്നേഹിക്കണം. സകല വ്യാജഭാവവും മാറ്റി മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നാ പറഞ്ഞത്. അതിന് അതുപോലെ തന്നെ ഒരു കുരിശിന്റെ 2 പ്ലാങ്ക്സ്, വെർട്ടിക്കൽ പ്ലാങ്ക് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ആ പ്ലാങ്കില് ഹൊറിസോണ്ടലായിട്ടുള്ള പ്ലാങ്ക് വെക്കാൻ പറ്റത്തില്ല. മെസ്സേജ് കേട്ടായിരുന്നു. കർത്താവുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആയെങ്കിൽ മാത്രമേ സൗകര്യനെ നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മെ സഹായിക്കും. സാറ് പറഞ്ഞു, അജയ് ബ്രദർ പറഞ്ഞു, കർത്താവൻ വെർട്ടിക്കലായിട്ടുള്ള ബന്ധം പിന്നീടാണ്. വെർട്ടിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഹൊറിസോണ്ടൽ വെക്കാനൊക്കത്തുള്ളൂ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഒരു വാക്യം ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് കേൾപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കേട്ടത് ഞാൻ കേട്ടിച്ചത് യോഹന്നാന്റെ സുവിശേഷം 13-ന്റെ
34, 35 അത് അതിൽ നിന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വാക്യം ജോർജ് ബ്രദർ പ്രസംഗിക്കുന്ന അവസരത്തിൽ പറയാം, എ ന്യൂ കമാൻഡ്മെന്റ് ഐ ഗിവ് ടു യു, that you love one another as I have loved you, that you also love one another. അത് പറയുന്നതിന്റെ 10 കൽപ്പനയല്ല ഉള്ളത്, നമുക്ക് 11 കൽപ്പനയാണ് ഉണ്ടെന്ന് താൻ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ 11 നല്ല കൽപ്പന, ഒത്തിരി കൽപ്പനകളുണ്ട്. 10 കൽപ്പന മോശ വഴി ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് ഇന്ന് ഇസ്രായേൽ മക്കളും നമ്മൾക്കും അത് പാലിക്കേണ്ടതാണ്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത് എന്ന് തുടങ്ങിയിട്ട് അവസാനം വന്ന് 10ാമത് ഡു നോട്ട് കവറ്റ്, ഇങ്ങനെയുള്ള 10 കൽപ്പനയാണ്. ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 35ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, ബൈ ദിസ് all will know that you are my disciple if you have the love for one another. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലോകക്കാര് എൻ്റെ ഡിസൈപ്പിൾ ആണ് എന്നുള്ളതായ സംഗതികൾ അവർ മനസ്സിലാക്കും. നമ്മുടെ ഒരു ഒരു വാക്കുണ്ടല്ലോ, ദ ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഫ്യൂട്ടൈൽ എന്ന് പറയാറുണ്ടല്ലോ, അല്ലേ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അതാണ് ഇതാണ് ഈ സ്നേഹത്തെ പറ്റി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബൈ ദിസ് ഓൾ വിൽ നോ ദാറ്റ് യു ആർ മൈ ഡിസൈപ്പിൾ. കർത്താവിൻ്റെതായ ശിഷ്യന്മാർക്കുള്ള ഒരു ഗുണമാണത്. ഇഫ് യു ഹാവ് ലവ് ഫോർ വൺ അനദർ, ഒരു പ്രത്യേകത. സാധാരണ പിന്നെ ഒരു ഫാർസി ഒരു ലായർ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്, വാട്ട് ഐ ഷുഡ് ഡു. അത് 10ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്നത്. ലൂക്കോസ് അത് സവനിന്ന് എടുത്തായിരുന്നത്. അതിനകത്ത് അദ്ദേഹം ചോദിച്ചു, സോ ഈ ആൻസേർഡ് ആൻഡ് സെറ്റ്, ഈ ചോദിച്ച ആളിനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിച്ചിട്ട് കർത്താവ് പറയുകയാണ്, സോ ഈ ആൻസേർഡ് ആൻഡ് സെറ്റ്, യു ഷാൽ ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ആൻഡ് വിത്ത് ഓൾ യുവർ മൈൻഡ് ആൻഡ് യുവർ നൈബർ ആസ് യുവർസെൽഫ്. ആൻഡ് ഹി സെഡ്, കർത്താവ് പറഞ്ഞു, യു ആൻസേർഡ് റൈറ്റ്ലി, ഡു ദിസ് ആൻഡ് യു വിൽ ഹാവ്. പിന്നീട് പുള്ളിക്കാരൻ ഒന്നോടൊന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. He wanted to be justified himself, said to Jesus, who is my neighbor? അന്നേരം കർത്താവ് പറഞ്ഞ ഒരു കഥയാ പറയുന്നത്. A certain man went down from Jerusalem to Jericho. ആ മനുഷ്യനെ പിന്നെ റോബേഴ്സ്, നമ്മൾ റോബറിനെ പറ്റി പറയാനില്ല, കർത്താവിനെ വേണോ ബർവാസിനെ വേണോ എന്ന് പറയുന്നു. ബർവാസ് വാസ് എ റോബർ. He was being robbed by the people and left after. അതിലൂടെ വേറെ 2 പേര്. ഈ ഭാഗം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചതായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഞാനത് വായിച്ചതായിരുന്നു. എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ശമരിയാക്കാരൻ, എനിക്ക് 3 ശമരിയക്കാരെ അറിയാം. ഒന്നൊരു ശമരിയക്കാരെ സ്ത്രീ, പിന്നൊരു ഇതിനകത്ത് പിന്നെ ഈ നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, പിന്നെ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട് തിരിച്ചു വന്നു. ഒരുത്തം മാത്രം കർത്താവിന് നന്ദി കരയറ്റാൻ വേണ്ടി അതിനകത്തൊരു സമയം, അതും ഒരു ശമരിയക്കാരനാണ്. ഒരു ശമരിയക്കാരന് ഭയങ്കര പിന്നെ വിലയാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ശമരിയാക്കാരൻ നൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡി പേഴ്സൺ, നോട്ട് അടുത്ത് താമസിക്കുക എന്ന് വിചാരിച്ച് അടുത്ത് താമസിക്കുന്നവരെ എല്ലാം വെറുക്കണോ എന്നല്ല ഞാൻ പറയുന്നതിന് ഉദ്ദേശം. നീഡി പേഴ്സൺ ആണ് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് ഡിസൈൻ ചെയ്യാതെ പോയിട്ടുണ്ട്. കർത്താവിനോട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കർത്താവിൻ്റെതായ ഈ സ്നേഹം എന്നിൽ നടത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കർത്താവ് ആഗ്രഹിക്കുന്നതായ സ്നേഹം
ദൈവം ആഗ്രഹിക്കുന്ന ആ സ്നേഹം എന്നിൽ നിന്നും കൊണ്ടുപോട്ടെ. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഈ സ്നേഹത്തിന് പകരം എന്തുവാ കയ്പ് അല്ലേ, ബിറ്റർ, അതാണ് എൻ്റെ ജീവിതത്തിലൊക്കെ ഉള്ളത് പലപ്പോഴും. ഞാൻ ബ്രദർ എൻ്റെ ജഗത് ബ്രദറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ യൂസ് ടു ബി ബിറ്റർ വിത്ത് മൈ വൈഫ്. ചിലപ്പോൾ അത് 1-2 ദിവസങ്ങളൊക്കെ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടത്തില്ല. അതായിരിക്കും എൻ്റെ ബിറ്ററിൻ്റെ പ്രകടനം. ഇന്ന് ഈയിടെയൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ഇന്ന് രാവിലെയൊക്കെ വളരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം എൻ്റെ തല ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചേരും. അപ്പം എൻ്റെ സ്നേഹം അവിടെ ഉണ്ടല്ലോ. പക്ഷെ അത് ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ നിനക്ക് അങ്ങനെ തന്നെ വരണോടി, അതും കൂടെ പറയും. അതല്ല ദൈവം ആഗ്രഹിക്കുന്ന ആ രീതിയിൽ ഫസ്റ്റ് ലവ്, സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് ലവ് കവേഴ്സ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻ എന്നല്ലേ പറയുന്നത്. ഈ രീതിയിലുള്ളതായ സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട ആവശ്യകതയെ കുറിച്ച്, ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യന്റെ സ്നേഹവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെയുള്ള റഫറൻസുകളായിരുന്നു വിദ്യാഭ്യാസമായിട്ടാണ് കേട്ടത്. ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയം ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു പോയം ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ. അവിടെ ടൈറ്റാനിക്കിനെ കുറിച്ച് പറഞ്ഞത് ഷിപ്പ് ദാറ്റ് ക്യാൻ നെവർ സിങ്ക് എന്നുള്ള രീതിയിലാണ് അവർ ആദ്യത്തെ ടൈറ്റാനിക് ഉണ്ടാക്കിയത്. പക്ഷേ ടൈറ്റാനിക് കടലിൽ മുങ്ങിപ്പോവുകയാണ്. മുങ്ങിപ്പോകുന്ന സമയത്ത് അതിനകത്ത് ക്യാപ്റ്റന്റെ പേര് ക്യാപ്റ്റൻ സ്മിത്ത് അവരോട് പറയുന്നുണ്ട്, ബി ബ്രിട്ടീഷ് ബി ട്രൂ എന്നൊരു ഭാഗമുണ്ട്. ഈ പറഞ്ഞ ഇത് ഇത്ര കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അന്നേരം യഥാർത്ഥത്തിൽ ബൈബിളിൽ തന്നെ പറയുന്നത് കൂട്ടുകാരന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലധികം സ്നേഹമില്ല എന്ന് പറഞ്ഞൊരു ഭാഗം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് വേണ്ടി ആ ടൈറ്റാനിക്കിലെ സ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളെയും അന്വേഷിക്കാൻ വേണ്ടി അവരുടെ ജീവിതം സന്തോഷത്തോടു കൂടി ബലി കൊടുക്കുകയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റ് അവിടെ വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഒത്തിരി കാര്യങ്ങളൊക്കെ ഒത്തിരി സഭകളും ഒക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ ത്യാഗത്തിലേക്ക്, ആ സ്നേഹത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തിൽ നമ്മളാകുന്ന ആ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി പറയുന്ന കാര്യങ്ങളെല്ലാം വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മള് നമ്മുടെ സ്നേഹിതന്മാരെ സ്നേഹിക്കാനാണ് പറയുന്നത്. നമ്മുടെ ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്നേഹിതന്മാർ നമ്മുടെ ഒരു തെറ്റ് കണ്ട, ഒരു കൂട്ടുകാരുടെ ഒരു തെറ്റ് കണ്ട നമ്മളത് അവരോട് ഏതൊരു സ്നേഹത്തിൽ അത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ലൈഫിൽ അങ്ങനെ ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്നത്. കാരണം ഇപ്പൊ ശബരിമല പോകുന്ന സീസണാണ്. കുറെ പേര് ശബരിമല പോകുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ അവർക്കൊരു അറിയത്തില്ല എന്തിനാ പോകുന്നതെന്ന്. അങ്ങനെ ഇടയ്ക്ക് ഞാൻ അവര് ഇങ്ങനെ പൂച്ച അരവണ പൈസയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട് ക്ലാസ്സിലും ട്യൂഷനിലൊക്കെ. അപ്പം എൻ്റെ കൂട്ടുകാരനുണ്ട് ഇങ്ങനെ, ഞങ്ങൾ തമ്മിൽ ഇപ്പം LKG പഠിച്ച്, LKG തൊട്ട് 6 വരെ ഒരുമിച്ച് പഠിച്ച്, പിന്നെ 9, 10 ഇപ്പൊ ട്യൂഷനിൽ ഒരുമിച്ച് പഠിക്കുന്നത്. 12 വർഷത്തെ പരിചയമുണ്ട്. അപ്പൊ ഇവനിങ്ങനെ ട്യൂഷൻ ചോദിച്ചാൽ പായസം കൊണ്ടുവരുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടുണ്ട്, തരാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഇവനോട് ചോദിച്ച് അത് ഇതൊക്കെ കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞാൽ കഴിക്കും, അതിനിപ്പോ എന്താ കുഴപ്പം? അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവൻ ചോദിച്ചു എന്നോട്, നീ ഇതൊന്നും കഴിക്കത്തില്ലേ? ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവൻ തർക്കിക്കുന്ന കാര്യം പറഞ്ഞാൽ, ഞാൻ പണ്ട് ഈ പണ്ട് ഞാൻ ബദിനെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരെ എടുത്തു തരുന്ന ഈ സാധനമൊക്കെ അന്നും ഈ വീട്ടിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ഹിന്ദുക്കളുടെ എന്ന് വെച്ചാൽ അവരൊരു വേറൊരു ഇത് വെച്ചാൽ നമ്മളെ പൂജിച്ച സാധനം നമ്മൾ കഴിക്കില്ല എന്ന് പറഞ്ഞു തന്നിട്ടുള്ളതോട് തന്നെ ഞാനത് കഴിക്കത്തില്ല. അതൊരു തെറ്റാന്ന് പറഞ്ഞ് നേരത്തെ തന്നിട്ടുള്ളത് തന്നെ എനിക്ക് അത്ര വലിയ അതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ടീച്ചർമാർ എടുത്ത് തരുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ മേടിച്ചിട്ട് എൻ്റെ വേറൊരു കൂട്ടുകാരനെ കൊടുക്കും, എന്നിട്ട് പോയി കൈ കഴുകും. അപ്പം ഇവൻ അത് പറഞ്ഞ എന്നോട് തർക്കിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, പിന്നെ ആ ട്യൂഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത ഇവനെ എന്ത് പറഞ്ഞിട്ട് ഇവനെ മനസ്സിലാകുന്നില്ല. ഇപ്പൊ പിന്നെ പുള്ളി അങ്ങ് ശാന്തനായിട്ട് ഇങ്ങനെ കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ അവന് വേണ്ടത് പ്രൂഫാ. നമ്മള് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അന്യജാതികളുടെ ഈ പൂച്ച സാധനം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ ഞാൻ പപ്പയുടെ വൈകിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ബൈബിളിലെ വാക്യം ഇങ്ങനെ ചോദിച്ചു.
അവന് ഓർത്തഡോക്സ് ഉള്ള ഇതില്ല. ഞാൻ എൻ്റെ ഫോണിലുള്ള തന്നെ ഞാൻ എൻ്റെ ബൈബിൾ ഫോണിലുള്ള ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കുറച്ച് സംഭവം ഉണ്ട്. അപ്പൊ അവന് വിശ്വാസം. ഞാൻ എന്നോട് ചോദിച്ചായിരുന്നു ഇന്നലെ അത് കഴിച്ചാലും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചാൽ എന്താ? അപ്പൊ പറഞ്ഞ നിന്നിലൂടെ ഒരു ദൈവം എന്നോട് സംസാരിച്ച രീതിയില്ല ആയെന്ന് പറഞ്ഞു. നീ അവനോട് പറഞ്ഞ് സമയം കിട്ടും ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പൊ പോകുന്ന ചർച്ചിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ചോദിച്ചത് മാർത്തോമ എന്താ മാറിയെന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ് എന്റെ പപ്പ മാറിയോണ്ട് തന്നെ ഞാൻ മാറി. എന്നുവെച്ചാൽ അപ്പൊ ചോദിച്ച ഞാൻ പറഞ്ഞ നമ്മുടെ അപ്പം യേശു നടക്കുന്ന പോലെ നമ്മളോട് നടക്കാൻ പറയാം. അപ്പൊ നമ്മൾ പിതാവ് എന്റെ പപ്പ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ആ മാർത്തോമ ചർച്ചിൽ ഒരു ബേസിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് മനസ്സിലായി. അവിടുത്തെ കാട്ടിലും കൂടുതൽ ഒരു 10 ഇരട്ടി കാര്യം ഇവിടുന്ന് മനസ്സിലായി. ഞാൻ അവിടുന്ന് വർത്തമാനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിൽ വരിക. എന്നിട്ട് കഴിക്കും. പിന്നെ ചർച്ചിൽ പോകത്തില്ല. പിന്നെ ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഇനിയും അങ്ങനെ കാര്യങ്ങൾ ഓരോരുത്തർക്ക് അങ്ങനെ പങ്കുവെക്കാൻ, സ്നേഹത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നാളെ തൊട്ട് എന്റെ ക്രിസ്മസ് എക്സാം തുടങ്ങും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക.